ഹലോ, ഒക്ടാഹെഡ്രൽ സ്ട്രെസ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനെ ബേസ് ചെയ്ത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. ഈ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് നമുക്കൊരു സ്ട്രെസ് ടെൻസറായിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന കമ്പോണൻസ് ഓഫ് സ്ട്രെസ് നമ്മളൊരു ടെൻസറായിട്ട് എഴുതിയാൽ ഇതാണ് സ്ട്രെസ് ടെൻസർ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് സിഗ്മ എക്സ് 100, ടോ എക്സ് വൈ 0 ആണ്, ടോ എക്സ് സെറ്റും 0 ആണ്, സിഗ്മ വൈ -40, സിഗ്മ ഇസഡ് 80. നമുക്ക് ടെൻസറിലുള്ള എലിമെൻസിൻ്റെ വാല്യൂസായി. ഇനി നമുക്ക് ഒക്ടാഹെഡ്രൽ സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്. ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ് സിഗ്മ വൈ മൈനസ് സിഗ്മ ഇസഡ് സ്ക്വയർ പ്ലസ് സിഗ്മ ഇസഡ് മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് നമുക്കിപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ എക്സ് 100 മൈനസ് -40 പ്ലസ് 40, സിഗ്മ വൈ -40 മൈനസ് 8 പ്ലസ് 80 മൈനസ് 100. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ 140 സ്ക്വയർ പ്ലസ് -120 സ്ക്വയർ പ്ലസ് 80 മൈനസ് 100 -20 34400. അപ്പോൾ അതിൻ്റെ ആൻസർ 61.82 മെഗാ പാസ്കൽ. ബിക്കോസ് നമ്മൾക്കിവിടെ യൂണിറ്റ് തന്നിട്ടുണ്ട് മെഗാ പാസ്കൽ. സെയിം യൂണിറ്റ് നമുക്ക് ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്സിന് ഉപയോഗിക്കാം. ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ് ആൻഡ് അസോസിയേറ്റഡ് നോർമൽ സ്ട്രെസ്. ആ അസോസിയേറ്റഡ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ്. That is given by 1/3 of sigma x plus sigma y plus sigma z. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ.
100 minus 40 plus 8. So it is 1 by 3 into 140. 46.67 മടങ്ങ്. അപ്പോൾ നമുക്ക് രണ്ട് ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ആ ഫോർമുല അറിഞ്ഞിരിക്കണമെങ്കിൽ അറിയാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫോർമുല, ഒന്ന് ടോ ഒക്ട് സിഗ്മ ഔട്ട്. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുക, അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്ട്ലി ഗെറ്റ് ദ ആൻസർ. ഇതൊരു 5 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. Okay, that's all for this particular presentation. The same thing is written in a different way, and related topics are available in the textbook. Thank you.